സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അൽ-ബാഹയുടെ പൗരാണികവും സാംസ്കാരികവും വാസ്തുവിദ്യാ വൈഭവവും വിളിച്ചോതുന്ന ചരിത്ര സ്മാരകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അൽ മലാദ് ഹെറിറ്റേജ് വില്ലേജ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കനത്ത വനങ്ങളാലും വെള്ളച്ചാട്ടങ്ങളാലും താഴ്വരകളാലും അനുഗ്രഹീതമാണ്. മിതമായ വേനൽക്കാലവും സുഖകരമായ ശൈത്യകാലവും അനുഭവപ്പെടുന്ന അൽ-ബാഹ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത തേനും കാർഷിക വിളകൾക്കും പേരുകേട്ടതാണ്. ഈ സവിശേഷമായ ഭൂപ്രകൃതിയുടെ മടിത്തട്ടിൽ അൽ-ബാഹ നഗരത്തിൽ നിന്നും വെറും 3 കിലോമീറ്റർ തെക്ക് മാറി ബൽജുഷയിലേക്കുള്ള ചരിത്രപ്രസിദ്ധമായ വ്യാപാര പാതയിലാണ് അൽ മലാദ് ഗ്രാമം നിലകൊള്ളുന്നത്. പരുക്കൻ പർവ്വത ചെരുവുകളിൽ കരിങ്കല്ലിലും മണ്ണിലും തീർത്ത ഇവിടുത്തെ നിർമ്മിതികൾ പൗരാണിക കാലത്തെ അതിജീവനത്തിന്റെ കഥകൾ വിളിച്ചോതുന്നു. ഈ പൈതൃക ഗ്രാമത്തിന്റെ നെറുകയിലുള്ള അൽ അഹ്വൈൻ അഥവാ ടു ബ്രദേഴ്സ് കോട്ടകളും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമാന നാമത്തിലുള്ള മ്യൂസിയവും അൽ-ബാഹയുടെ സാംസ്കാരിക അടയാളപ്പെടുത്തലുകളിൽ ഏറ്റവും സജീവമായ കേന്ദ്രങ്ങളാണ്. അൽ-സറാബത്ത് പർവ്വതനിരകളിലെ അതികഠിനമായ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാൻ തദ്ദേശീയ ജനങ്ങൾ വികസിപ്പിച്ചെടുത്ത തനത് നിർമ്മാണ ശൈലിയാണ് അൽ മലാദ് ഗ്രാമത്തിൽ ദൃശ്യമാക്കുന്നത്. പ്രാദേശികമായി ലഭ്യമായ ഗ്രാനൈറ്റ്, ബസാൾട്ട് ശിലകൾ എന്നിവ കളിമണ്ണും മണലും ചേർത്താണ് ഇവിടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ശിലാനിർമ്മിതികൾ കനത്ത മഴയെയും ശക്തമായ ഭൂകമ്പങ്ങളെയും പ്രതിരോധിക്കാൻ പ്രാപ്തിയുള്ളവയാണ്. വലിപ്പമേറിയ കരിങ്കൽ ഭിത്തികൾ വീടിനകത്ത് പ്രകൃതിദത്തമായ താപരോധം അഥവാ തെർമൽ ഇൻസുലേഷൻ ഉറപ്പാക്കുന്നു. വീടുകളുടെ മേൽക്കൂരകൾ ജൂനിപ്പർ, സെദർ മരങ്ങളുടെ തടികൾ ഉപയോഗിച്ചാണ് മേഞ്ഞിരിക്കുന്നത്. അൽ മലാദ് ഗ്രാമത്തിലെ ഏറ്റവും ആകർഷകമായ ചരിത്ര സ്മാരകം അവിടുത്തെ കുന്നിൻമുകളിലെ സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന 2 കോട്ടകളാണ്. ഇരട്ട ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഇവ ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുൻപ് 2 സഹോദരന്മാർ ചേർന്ന് പണിതുയർത്തിയതാണ്. സൈനിക നിരീക്ഷണത്തിനും അടിയന്തര ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുമാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. താഴെയുള്ള താഴ്വരയിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ 2 കോട്ടകളും ഒരേ രൂപത്തിലും വലിപ്പത്തിലും ഘടനയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അൽ മലാദ് പൈതൃക ഗ്രാമത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽ അഹ്വൈൻ മ്യൂസിയം ഈ പ്രദേശത്തിന്റെ പൈതൃകത്തെ ജീവനോടെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ മ്യൂസിയം സ്ഥാപിതമായതിന് പിന്നിൽ മുഹമ്മദ് ആൽ മഹ്ഫൂദ് അൽ ഗാംദി എന്ന വ്യക്തിയുടെ പതിറ്റാണ്ടുകൾ നീണ്ട കഠിന പ്രയത്നത്തിന്റെ ചരിത്രമുണ്ട്. 13-ാം വയസ്സിൽ തന്റെ മുത്തശ്ശൻ തനിക്ക് സമ്മാനിച്ച 2 പരമ്പരാഗത ജാംബിയകളിൽ അഥവാ വക്രരൂപത്തിലുള്ള പൗരാണിക വാളുകളിൽ നിന്നാണ് മുഹമ്മദിന് ചരിത്ര വസ്തുക്കൾ ശേഖരിക്കാനുള്ള വലിയ ആഗ്രഹം ജനിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ 2/3 ഭാഗവും അൽ-ബാഹയുടെ വിവിധ കോണുകളിൽ നിന്നും അപൂർവങ്ങളായ പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിനായി അദ്ദേഹം വിനിയോഗിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട കഠിനമായ ശേഖരണത്തിനൊടുവിൽ 2020 ഓഗസ്റ്റിൽ അദ്ദേഹം ഈ മ്യൂസിയം ഔദ്യോഗികമായി സന്ദർശകർക്കായി തുറന്നുകൊടുത്തു.
സൗദി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഈ മ്യൂസിയത്തിനായി അദ്ദേഹം പ്രതിദിനം 15 മണിക്കൂറോളം പ്രവർത്തിപ്പിക്കുന്നു. സന്ദർശകർക്ക് പഴയ വീടുകളുടെ തനതായ അന്തരീക്ഷം പൂർണ്ണമായും അനുഭവിച്ചറിയാൻ വണ്ണമാണ് അൽ മലാദിലെ പുനരുദ്ധീകരിച്ച പരമ്പരാഗത ശിലാഗ്രഹങ്ങളിൽ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ പ്രദർശനശാലയ്ക്ക് അൽ അഹ്വൈൻ എന്ന പേര് നൽകിയതിന് പിന്നിൽ 2 സവിശേഷമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഗ്രാമത്തിന്റെ അടയാളമായ 400 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ഇരട്ടക്കോട്ടകളോടുള്ള ആദരവായിട്ടാണ്. രണ്ടാമത്തേത്, അൽബാഹയിലെ 2 വലിയ സഹോദര ഗോത്രങ്ങളായ ആംദി, സഹറാൻ എന്നിവരുടെ ശക്തമായ സാംസ്കാരിക ബന്ധത്തിന്റെ പ്രതിഫലനവുമാണ്. മ്യൂസിയത്തിനകത്ത് 3000-ലധികം അപൂർവ ചരിത്രശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. പൗരാണിക ഗ്രാമീണ ജീവിതത്തെ വ്യക്തമാക്കുന്ന ഏകദേശം 20ഓളം സവിശേഷമായ വിഭാഗങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. താഴത്തെ നില പൂർണ്ണമായും പ്രാദേശിക സാംസ്കാരിക ജീവിതത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്ന 8 വൈവിധ്യമാർന്ന പരമ്പരാഗത കരകൗശല മേഖലകളുടെ പുനഃസൃഷ്ടിക്കായി മാറ്റിവെച്ചിരിക്കുന്നു. മരപ്പണി, കൊല്ലപ്പണി, കളിമൺ പാത്ര നിർമ്മാണം, തുകൽ സംസ്കരണം, സ്വർണ്ണ വെള്ളി ആഭരണങ്ങളുടെ നിർമ്മാണം, പരമ്പരാഗത വസ്ത്രങ്ങളുടെ തയ്യൽ, കമ്പിളി നെയ്ത്ത്, ഈന്തപ്പനയോല കൊണ്ടുള്ള വൈവിധ്യമാർന്ന കൊട്ടകളുടെ നെയ്ത്ത് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ഉപകരണങ്ങളും അവയുടെ ഉപയോഗക്രമങ്ങളും അടുത്തറിയാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലെ മറ്റൊരു ആകർഷണം പഴയകാല ബാഹ അടുക്കളയുടെ തനത് രൂപമാണ്. പച്ചക്കറികളും ധാന്യങ്ങളും കേടുകൂടാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പൂർവികർ ഉപയോഗിച്ചിരുന്ന മണ്ണിൽ തീർത്ത പ്രകൃതിദത്ത ഭൂഗർഭ സംഭരണികൾ അഥവാ മഹാസിൻ തബിഇയ്യ ഇതിൽ ദൃശ്യമാണ്. കൂടാതെ പൗരാണിക കാലത്തെ പ്രതിരോധ മാർഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന 300 വർഷത്തിലധികം പഴക്കമുള്ള ഭീമൻ യുദ്ധപീരങ്കിയും താഴത്തെ നിലയിൽ കാണാം. മുകളിലത്തെ നില രാഷ്ട്രീയവും സൈനികവും നിത്യജീവിതപരവുമായ പൗരാണിക ചരിത്രത്തെയാണ് പ്രദർശിപ്പിക്കുന്നത്. പണ്ടുകാലത്ത് അറേബ്യൻ ജനത ഉപയോഗിച്ചിരുന്ന വാളുകൾ, കുന്തങ്ങൾ, ഖണ്ഡങ്ങൾ എന്നിവ അടങ്ങിയ വിപുലമായ ഒരു ആയുധപ്പുര ഇവിടെയുണ്ട്. ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുള്ള വെടിയുണ്ടകൾ, സ്വയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്നതും അറേബ്യയിലെ ആദ്യത്തെ തോക്കുകളിൽ പ്രധാനപ്പെട്ടതുമായ മുഫത്തൽ അഥവാ മാച്ച്ലോക്ക് റൈഫിൾ തിരിത്തോക്കുകൾ ഈ നിലയിലെ വലിയൊരു ആകർഷണമാണ്. ഹിജറ 1321 അഥവാ 1903 നടന്ന യുദ്ധത്തിൽ യുദ്ധമുതലായി ലഭിച്ച ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അപൂർവമായ കുതിരച്ചാണം ഇവിടത്തെ വിലമതിക്കാനാവാത്ത ശേഖരങ്ങളിലൊന്നാണ്. അൽബാഹയുടെ പ്രാദേശിക സംഗീത പാരമ്പര്യം വ്യക്തമാക്കുന്ന പഴയ വാദ്യോപകരണങ്ങളുടെ വലിയ ശേഖരവും നാണയങ്ങളും മുകളിലത്തെ നിലയിലുണ്ട്. കൂടാതെ 1970കളിൽ സൗദി അറേബ്യയിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന പലചരക്ക് കടയുടെ യഥാർത്ഥ രൂപം സന്ദർശകർക്കായി പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. അക്കാലത്തെ ജനപ്രിയ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും പാക്കറ്റുകളും ഈ കടയിലുണ്ട്. സന്ദർശകർക്ക് അൽബാഹയുടെ പൗരാണിക വസ്ത്രങ്ങൾ ധരിച്ച് ചിത്രങ്ങൾ പകർത്താനുള്ള പരമ്പരാഗത ഫോട്ടോ സ്റ്റുഡിയോയും ഈ നിലയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അൽബാഹയിലെ ഈ കോട്ട ഓരോ ചരിത്രപ്രേമിയും എന്തുകൊണ്ടും സന്ദർശിക്കേണ്ട ഒരു പ്രധാന സ്ഥലമാണ്.